ഇന്നലെ നമ്മുടെ പഴയ റിപ്പോർട്ടറിൻ്റെ ഓണറായിട്ടുള്ള MV നികേഷ് കുമാർ അദ്ദേഹം ഇപ്പോൾ AKG സെൻറ്ററിൽ മീഡിയ വിഭാഗത്തിൻ്റെയൊക്കെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ കേഡറാണ്, കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ ലോങ് ആയിട്ടുള്ള നല്ല എക്സ്പ്ലനേറ്ററി വീഡിയോകളുമായി അവർ രംഗത്ത് വന്നിരുന്നു. യഥാർത്ഥത്തിൽ ഒരു ക്യാമ്പയിനെ അദ്ദേഹം കൃത്യമായിട്ട് നയിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഫലമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. ഇരുണ്ട കാലം എന്നുള്ളതും അതുപോലെ തന്നെ നുണേശൻ എന്ന് പറയുന്ന കാര്യവുമൊക്കെ തന്നെ ഏറെക്കുറെ ഒരു ക്രെഡിബിലിറ്റി തകർക്കാനും ഇത്തരം കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഒക്കെ തന്നെ വലിയ തോതിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നികേഷ് മാത്രമല്ല, വലിയൊരു ഗ്രൂപ്പ് അതിൻ്റെ പുറകിലുണ്ട്, ഇൻക്ലൂഡിങ് പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ ബുദ്ധിയും വൈഭവവും ഒക്കെ നമുക്ക് അതിനകത്ത് കാണാം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരത്തിലുള്ളൊരു വീഡിയോ കൂടി നികേഷ് ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന പോലെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ പുറത്തേക്ക് വിട്ടേക്കുന്നത് ഫെഡറൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് നമ്പർ കൂടി CPM പുറത്തേക്ക് വിട്ടേക്കാണ്. അക്കൗണ്ട് നമ്പർ 1374000004964 എന്ന് പറയുന്ന നമ്പറാണ്. ഒരിക്കൽ കൂടി പറയാം, 1374000004964 എന്ന് പറയുന്ന നമ്പറാണ്. ഈ നമ്പറിൻ്റെ കാര്യം കൂടി അവരുടെ ആപ്പിൽ കൃത്യമായി കൊടുത്തിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് വയനാട് ഫണ്ടിന് വേണ്ടി പണം പിരിക്കുന്ന ആപ്പിൽ ഇത് കൃത്യമായിട്ട് കൊടുത്തിരുന്നു. അതായത് ധനലക്ഷ്മി ബാങ്കിലൊരു അക്കൗണ്ട് കൊടുത്തിരുന്നു, കൂടാതെ ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ട് കൂടി കൊടുത്തിരുന്നു. അപ്പോൾ ധനലക്ഷ്മി ബാങ്കിലെ അക്കൗണ്ട് മാത്രമാണ് 5,38,00,000 രൂപ എന്നുള്ളൊരു കണക്ക് പറഞ്ഞിരിക്കുന്നത് എന്നും ഈ ഫെഡറൽ ബാങ്കിലെ കണക്ക് കൂടി നിങ്ങൾ പുറത്തേക്ക് വിടണം എന്നുമാണ് CPM പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ CPM അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ചിരിക്കുന്നു എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് വെള്ളയമ്പലം ബ്രാഞ്ചിലെ ഫെഡറൽ ബാങ്കിലെ വെള്ളയമ്പലം ബ്രാഞ്ചിലെ അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഈ കണക്കുകൾ മറച്ചു പിടിച്ചേക്കാണ്. അതായത് ഒരു അക്കൗണ്ടിൻ്റെ മാത്രമേ കണക്കുകൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളൂ എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആപ്പുകളിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് പലപ്പോഴും ഗൂഗിളുകളിലൊക്കെ അവൈലബിൾ ആണ്. അത് പ്രകാരം ഏതാണ്ട് 54 കോടി രൂപയിലധികമാണ് പിരിച്ചത് എന്ന് പറയുന്ന കണക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം നമുക്ക് പരിപൂർണമായി തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അതൊക്കെ തന്നെ ഈ പറയുന്ന പോലെ ആപ്പിൻ്റെ സ്ക്രീൻഷോട്ടുകളായിട്ടൊക്കെ തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് മറ്റൊരു അക്കൗണ്ട് കൂടിയുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് പുറത്തു വിടാത്തത്? നിങ്ങളെല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വിടണം എന്ന് പറയുന്നൊരു വെല്ലുവിളിയാണ് നടത്തിയിട്ടുള്ളത്. ആ വെല്ലുവിളി നടത്തുന്നതിനോടൊപ്പം അതിലെ ചില ഇൻഫർമേഷൻസ് കൂടി MV നികേഷ് കുമാർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, 2024 ഡിസംബറിൽ ഹാരിസ് എന്ന് പറയുന്ന ഒരാൾക്ക് ഇതിൽ നിന്ന് 16 ലക്ഷത്തോളം രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുകൂടാതെ അദ്ദേഹം പറയുന്ന ഞെട്ടിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത്, വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി പ്രത്യേകമായി രൂപീകരിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെയും KPC പ്രസിഡന്റിൻ്റെയും പേരിലുള്ള ഈ അക്കൗണ്ടിൽ നിന്ന് 2026 മാർച്ച് 31-ാം തീയതിയും 52,79,000 രൂപ പാലക്കാടേക്കുള്ള ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ആർക്കാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. കൂടാതെ ഒരു സിഗരറ്റിൻ്റെ കൂടിൻ്റെ പുറകിൽ എഴുതിക്കൊണ്ടുവന്ന കണക്കിൽ ഈ പറയുന്ന ഫെഡറൽ ബാങ്കിലൊന്നും അക്കൗണ്ട് പെട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്ന അതിനിശ്ചിതമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഞാനിത് വീഡിയോ എടുക്കാൻ തന്നെ കാരണം, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ കണക്കുമായി ബന്ധപ്പെട്ട് ഇനി നിരവധി കാര്യങ്ങൾ കൂടുതലായി പുറത്തേക്ക് വരും. കാരണം ഇത് ഇൻകംപ്ലീറ്റ് ആണ്. യഥാർത്ഥത്തിൽ ഈ കണക്ക് പറയുന്നതിലൂടെ ഇവർ പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവരെ ആരാണ് അഡ്വൈസ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഇതിനേക്കാൾ കുറഞ്ഞ ഡാമേജാണ് ആ കണക്ക് പുറത്തുവിട്ടില്ലെങ്കിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ കണക്ക് പുറത്തുവിടാൻ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ആ സമ്മർദ്ദം ഉണ്ടാക്കിയത് നമുക്കറിയാം. രാജു പി നായരെ പോലെയുള്ള ആളുകൾ, അതുപോലെ നമ്മുടെ ഒരു ചാനൽ ചർച്ചയിലിരുന്ന് CPMൻ്റെ കണക്ക് ചോദിച്ചതാണ്. CPM അപ്പം തന്നെ കണക്ക് പുറത്തുവിട്ട് 20 മിനിറ്റിനകം. അപ്പോൾ പിന്നെ ഇവർക്ക് വിടാതിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ട് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണോ ഈ പണിയെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം രാജു പി നായർ തൃപ്പൂണിത്തുറയിൽ ഒരു സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു, അത് കിട്ടിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസിൽ നിന്ന് എടുക്കരുത് എന്ന് പറയുന്ന നിലപാട് VD സതീശനൊക്കെ എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ സതീശനൊന്നും അങ്ങനെ മുഖ്യമന്ത്രി ആകണ്ട എന്നുള്ളത് കൂടി രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചിട്ടുണ്ടാവും. എന്താണെങ്കിലും ശരി, ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ ആരോപണം കടുപ്പിക്കുമ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക്, വലിയ വീഴ്ചയുടെ ആഴങ്ങളിലേക്ക് കോൺഗ്രസ് വീണുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.